ഇസ്മായിലേ, നമ്മളിനി ആലോചിക്കേണ്ടത് എന്നാണെന്നറിയാം, ചിന്തിക്കേണ്ടത്. നമ്മൾ നോമ്പിന് എങ്ങനെയും പൊലച്ചക്ക് എണീച്ച് വരുന്ന വെള്ളിയാഴ്ച നമ്മളെ തിരഞ്ഞെടുപ്പ്, നാളെ വെള്ളിയാഴ്ച, പിന്നെ വരുന്ന വെള്ളിയാഴ്ച തിരഞ്ഞെടുപ്പ്. അതെങ്ങനെയാണ് പൊലച്ചക്ക് എണീച്ചതെന്ന് വെച്ചാൽ അതേപോലെ എണീക്കുക. എന്നിട്ട് ഒരു 6 മണി 6:30 മണിയാകുമ്പോൾ അങ്ങ് ബൂത്തിലേക്ക് പോവുക. പെണ്ണുങ്ങളെല്ലാം ഫുള്ള് ബോട്ട് ചെയ്യിക്കുക. എന്നിട്ടിങ്ങ് പുരയിലേക്ക് വരിക. അല്ലാണ്ട് നമുക്കുണ്ട് പിന്നെ ഉണ്ടായ ഭക്ഷണം കൊടുക്കാത്ത കുഞ്ഞന്, എൻ്റെ ഉമ്മ കുഞ്ഞന് കൊടുക്കാണ്ട് ഞാനെങ്ങനെയാണ് പോവാന്ന് ചോദിക്കൂ. പിന്നെ ഇനി അല്ലെങ്കിൽ ഓലിക്ക് എന്തെങ്കിലും ചായയാറ്റം കാച്ചിയേക്കാണ്ട് ഞാനങ്ങ് ഓലടങ്ങാറായി പോലെന്ന് ചോദിക്കും. ഒരടങ്ങാറും അതുപോലെ ഒരു സംഗതി ഉണ്ടാകും. അല്ലെങ്കിൽ ഉണ്ടാവും നൊമ്പലം കിട്ടിയ പയ്യ ഉണ്ടാവും ആടെ. ഇനി അല്ലെങ്കിൽ ഉണ്ടാവും പിന്നെ മോളിയാർ നാരങ്ങം വരുന്നുണ്ടാവും. ഒരു വോട്ടും ചീറ്റ് ഒരുങ്ങി കാര്യമൊന്നും പറഞ്ഞിട്ട് ഓലിക്കൊരു ചായം കൊടുത്തിട്ട് ഞാനങ്ങ് പോവാം. അങ്ങനെ എല്ലാ അലസക്കളികളുണ്ടാവും. അതൊന്നും ഇല്ലാണ്ട് രാവിലെ എണീക്കുക. പിന്നെ ID കാർഡ് എടുക്കണം, മറന്നു പോകാണ്ട് ID കാർഡ് അങ്ങ് എടുക്കും. അങ്ങനത്തെ നോക്കുമ്പോൾ അത് കണ്ടിട്ടുണ്ടാവുമല്ല. ഇക്കളിയൊന്നും കളിക്കാണ്ട് രാവിലെ എന്താ അമ്മി കുമ്മായ മറിഞ്ഞാലും, ചുരുക്കി പറഞ്ഞാൽ ഉമ്മ മരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോയിട്ട് ബോട്ടും ചെയ്ത് വന്നിട്ട് നമുക്ക് മറയുക എന്നുള്ളൊരു കണ്ടീഷനാക്കിയിട്ട് മെല്ലെ, അങ്ങനെ മരിക്കുമൊന്നുമില്ല, ഞാൻ പറഞ്ഞതാ, മെല്ലെ ബോട്ട് ചെയ്യാനുള്ള ഈ അലസക്കളികളെല്ലാം കുഞ്ഞൻ കയറ്റിൻ്റെ ഇടയിൽ നിന്ന് പോവുകയില്ല. പിന്നെ പയച്ചിട്ട് പുറത്ത് ആയി പോവുകയില്ല. നൊമ്പലം കിട്ടിയ പൈ വെറുകയില്ല. ഇങ്ങനത്തെ ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പോൾ ഉണ്ട്, അന്നുണ്ട് എല്ലാത്തിനും ഒരു അതിർപ്പം കൂട്ടൽ. വിയാപ്പിളൻ്റെ ഉപ്പ ബോട്ടും ചീറ്റിയിലെ കാര്യമെന്ന് പറഞ്ഞിട്ട് അന്നേരം എന്തെങ്കിലും ഒരു വെള്ളം കൊടുക്കണ്ട. ഓലിക്ക് ഒരു പൈപ്പും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഓലിങ്ങളെ വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ ശാപിക്കുകയോ ചെയ്യും. ഈ പെണ്ണുങ്ങൾക്ക് പോയിട്ട് അങ്ങ് ബോട്ട് ചെയ്ത് പറഞ്ഞോളൂ എന്ന് വിചാരിക്കുമല്ലോ. അതുകൊണ്ട് എല്ലാവരും 6 മണിക്ക് പോളിംഗ് ബൂത്തിൽ നിരന്ന് നിന്നാൽ 7 മണിയാകുമ്പോൾ പോളിംഗ് നടക്കൂ. ബോട്ടും ചെയ്ത് ചിപ്പിങ്ങനെ മടങ്ങി വേങ്ങി പോരെ ചായ കുടിക്കുക, ചോറ് വയ്ക്കുക, മുടി കളിച്ചല്ലോ, എന്താക്കിയാലും ഇല്ല. അതുകൊണ്ട് ഈ പണിയാണ് ഇനി എടുക്കേണ്ടത്. അല്ലാണ്ട് ഈ അലസത കളി വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. ജയിച്ചാലും ഇല്ല തോറ്റാലും ഇല്ല, നമ്മൾ ചെയ്യേണ്ട സംഗതി നമ്മളങ്ങ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സമാധാനത്തിൽ പറ്റുമെങ്കിൽ പോലത്തെ എണീച്ചിട്ട് 2 സുന്നത്ത് നിക്കരിച്ച് അള്ളഹാനോട് പറഞ്ഞിട്ട് ബിസ്മി കൂട്ടിൽ ഒറ്റ കീച്ചലം കഴിഞ്ഞോളി. ഇത് തന്നെയാണ് വേണ്ടിയത്. വേറെ ഒരു അലസക്കല്ല. എന്ത് വെള്ളം കൊടുത്തിട്ടില്ലെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലും മരിക്കുകയില്ല, പേടിക്കണ്ട. കുടിച്ചിട്ടില്ലെങ്കിൽ മരിക്കുക. 2-3 മണിക്കൂർ കൊണ്ട് വെള്ളം കുടിക്കാണ്ട് മരിക്കുമെന്ന് മരിച്ചോട്ടെ, എപ്പാട് പോയികൂടി. അല്ലാണ്ട് വേഗം അന്ന് പത്തിരി തന്നെ ചുടണമായിരിക്കും ചിലർക്ക്, അല്ലെങ്കിൽ മുട്ടക്കറി വെക്കണമായിരിക്കും. ഇതൊന്നും യാതൊരുപ്പൊന്നും വേണ്ട. അന്ന് വേഗം വിട്ടോളിയും, ബോട്ട് ചെയ്തോളി, അങ്ങനെ തന്നെ ഇങ്ങ് പോരും. ഈ കളികളൊന്നും വേണ്ട. വേഗം അതല്ലാത്ത വേറെ ഇനിയൊരു ചിന്തയില്ലേ, വേഗം അതാ എനിക്ക് ചിന്തിക്കേണ്ടത്. അല്ലാണ്ട് പിന്നെ അങ്ങനെ ആയിപ്പോളി, ഇങ്ങനെ ആയിപ്പോളി, ബോട്ട് കുറഞ്ഞു പോയോളി, അല്ലെ ബോട്ട് ജയിക്കുമല്ലോ, ഇതൊന്നും ഇനി നോക്കണ്ട. ജയിച്ചാലല്ലേ തോറ്റാലല്ലേ, നമ്മൾ ചെയ്യേണ്ട സംഗതി നമ്മളങ്ങ് ചെയ്തേക്കുക. അത് തന്നെ.